മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ക്രമേണ പുരോഗമിക്കുകയാണെന്നും എന്നാൽ പൂർണ്ണമായ സമാധാനത്തിലേക്ക് മടങ്ങുവാൻ ഇനിയും കാലതാമസമുണ്ടാകുമെന്നും ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിനസ് നെയ്ലി. ബംഗളൂരുവിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന CBCI സമ്മേളനത്തിന്റെ 2ാം ദിവസം മണിപ്പൂർ വിഷയത്തിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യം ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയത്. 300ഓളം ദേവാലയങ്ങളും ആയിരക്കണക്കിന് ഭവനങ്ങളും നശിപ്പിക്കപ്പെട്ടതായും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതായും ആയിരങ്ങൾ ഭവനം വിട്ടുപോകേണ്ടി വന്നതായും മണിപ്പൂരിലെ നിലവിലെ സ്ഥിതി വിവരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. സിനഡാലിറ്റിയെക്കുറിച്ച് നടന്ന സിനഡിന്റെ ഫലങ്ങളെക്കുറിച്ച് കർദിനാൾ ഓസ്വാൾഡ് ഗേഷ്യസ് പ്രമേയം അവതരിപ്പിച്ചു. ആത്മാവിൽ നിറഞ്ഞ സംഭാഷണങ്ങളിലൂടെ അഭിപ്രായ ഐക്യം സാധ്യമാകുമെന്ന് കർദിനാൾ പറഞ്ഞു. ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സന്നദ്ധ സംഘടനയായ ADF ഇന്ത്യയുടെ പ്രതിനിധി റോബിൻ ക്രിസ്റ്റഫർ സംസാരിച്ചു. കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ സെക്രട്ടറി ഫാദർ രാജു, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട CBCI കൗൺസിൽ സെക്രട്ടറി സിസ്റ്റർ ഷിമി വർഗീസ് തുടങ്ങിയവരും 2ാം ദിനം പ്രസംഗിച്ചു. ജനുവരി 31 ആരംഭിച്ച സമ്മേളനം ഫെബ്രുവരി 7 അവസാനിക്കും.